ഒന്ന് ശ്രീ ജെയ്സി തോമസ് ഈ ഒരു ചർച്ചയിൽ ഉന്നയിക്കുന്ന ദുഷിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത്രമാത്രം സ്ത്രീകളെ അവരുടെ അവകാശങ്ങളും നിഷേധിച്ച് അവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിനെ സംബന്ധിച്ച് നടപടിയെടുക്കാത്തതിന് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത ഒരു ഡിബേറ്റാണ്. അവിടെ എനിക്ക് ഒരു കോൺഗ്രസ് നേതാവ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ സ്വീകരിച്ചറിയില്ല. എനിക്കറിയാവുന്നത് ആ അതിജീവിത പറഞ്ഞ പി.ടി. തോമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ പി.ടി. തോമസിന്റെ പോരാട്ടമാണ് ഇന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് എത്തിച്ചതും എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ അഭിലാഷേ, ഇവിടെ പറയുന്നത് വണ്ടി ചെക്ക് കൊടുത്ത കേസും അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിച്ചതും തമ്മിലല്ല. അനുമതിയില്ലാതെ അല്ലെങ്കിൽ ബലാത്സംഗത്തിന്റെ ചുവയോടുകൂടി നടന്നിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ചാണ്. അതൊന്നും ഈ കാർപ്പറ്റിന്റെ അടിയിലേക്ക് തള്ളി മാറ്റിയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഡിബേറ്റ് സാധ്യമല്ല. നശിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ചാണ് ദീദി ഇവിടെ നിന്ന് സംസാരിച്ചു. ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അത്രമാത്രം പവർഫുൾ വേർഡ്സ് ആണ്. അത് കേട്ടോണ്ടിരുന്നിട്ട് ഇതൊക്കെ പിന്നെ അപ്പുറത്തേക്ക് തള്ളി നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാ? അഭിലാഷേ, മഹാനടന്മാരുണ്ട്, മെഗാസ്റ്റാറുകളുണ്ട്, വായ തുറന്നിട്ടുണ്ട്. 4 ദിവസമായില്ലേ ഏമാക്കുറ്റിപ്പുറത്ത് മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള മെഗാ നടന്മാർ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? ആരെ സംരക്ഷിക്കാനാണ്? ഈ സർക്കാർ ആരെ സംരക്ഷിക്കാനാണ് വാ തുറക്കാതെ നിൽക്കുന്നത്? ഈ സർക്കാരിന്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി പരാതി കൊടുത്ത് അവർ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്ന് ഡിപ്പോസ് ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാതി. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഹൈക്കോടതിയുടെ കൂടെ നിലപാടിന് ശേഷം നമുക്ക് വ്യക്തമാക്കാൻ